ഹായ് ഫ്രണ്ട്സ്, ലാലീസ് ഫുഡ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു ബജ്ജിയാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 250 ഗ്രാം കോളിഫ്ലവർ ചെറിയ പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, സോഡാപ്പൊടി, 200 ഗ്രാം കടലമാവ്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള കടലമാവിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം വെള്ളം ഒഴിക്കാതെ ഈ ഒരു പരുവം വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊക്കെ ഒന്ന് പൊടിഞ്ഞു വരണം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു അരമണിക്കൂർ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേണം വേവിച്ചെടുക്കാൻ. ഒന്ന് വേകട്ടെ. ഇവിടെ ചൂടായിട്ടുണ്ട്. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച കോളിഫ്ലവർ ബാറ്ററിൽ മുക്കി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പരസ്പരം ഒട്ടിക്കിടക്കാതെ ഇട്ട് കൊടുക്കണം. റെഡിയാകുന്നത് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പം ഒരു വശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തിരിച്ചിടാം. എല്ലാം നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഏകദേശം മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ കോളിഫ്ലവർ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ കോളിഫ്ലവർ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചട്നിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.